ഇന്നെൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. 7ാം മാസത്തിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ്. അപ്പോൾ എനിക്കിത് വളകാപ്പായിട്ട് നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തലേദിവസം തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എത്തി നാളത്തെ പ്രോഗ്രാമിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഞാനും ശിവയും തുമ്പിയും കൂടി നാളെ ഡെക്കറേഷന് ആവശ്യമായിട്ടുള്ള വാഴയിലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് പോയി. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, കുറച്ചധികം വാഴയില വേണ്ടി വന്നു. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞായിരുന്നു ഫ്ലെക്സ് അടിക്കാം, നമുക്ക് ഫ്ലെക്സ് വാഴയിലയുടെ ഇതിൽ ഫ്ലെക്സ് അടിക്കാമെന്ന്. പക്ഷേ എനിക്ക് വാഴയില തന്നെ വെച്ചിട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് അധികം വാഴയില പറിക്കേണ്ടി വന്നു. എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം കളറായിട്ടോ, അത് നിങ്ങളെ പതിയെ കാണിക്കാം. അങ്ങനെ ഇലയൊക്കെ പറിച്ചെടുത്ത് ഞാനും തുമ്പിയും കൂടി എല്ലാം അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ശിവയും തുമ്പിയും കൂടി ആയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തത്. ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ എനിക്ക് റെസ്റ്റ് ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പൂവ് കൊണ്ടുവന്നു. നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള പൂവ് കൊണ്ടുവന്നു. പിന്നെ ഞാനും ശിവയും തുമ്പിയും കൂടി അതൊക്കെ ഇരുന്ന് കെട്ടി കോർത്ത് സെറ്റാക്കി. ഞങ്ങൾ പൂ കൊടുക്കുന്ന സമയം കൊണ്ട് അവരവിടെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു വാഴയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഹാളിൽ വെച്ചിട്ട് തന്നെയായിരുന്നു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ സെറ്റ് സാരിയൊക്കെ വലിച്ചു കയറ്റി അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ഇവർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പാളിപ്പോകുന്നു. പക്ഷേ ലാസ്റ്റ് അവർ സെറ്റാക്കി. തലേ ദിവസം തന്നെ അനിയത്തിമാർ വന്നിട്ടുണ്ടായിരുന്നു, 2 പേരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ എനിക്ക് മെഹന്തി ഇട്ടാന്നുകൊണ്ടിരിക്കുന്നു. അവൾ അത്യാവശ്യം നന്നായിട്ട് വരക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 കയ്യിലും മെഹന്തി ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അവൾ മെഹന്തിയൊക്കെ എനിക്ക് ഇട്ട് തന്നു. ഞാൻ മെഹന്തി ഇടുന്ന ടൈം കൊണ്ട് ഒരു വാഴയിലൊക്കെ ഫുള്ള് കവർ ചെയ്ത് അതിൽ ഫ്ലവറൊക്കെ വെച്ച് കെട്ടിയൊക്കെ തുടങ്ങി. പിന്നെ ഹരിയേട്ടൻ്റെ വക വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചേമ്പലൊക്കെ വെച്ച് കെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹരിയേട്ടൻ തന്നെയാണ് വാഴയിലയിൽ പെയിൻറ്റ് കൊണ്ട് വളകാപ്പെന്നൊക്കെ എഴുതി അതിൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൂടെയൊക്കെ ആയപ്പോൾ തന്നെ സംഭവം അടിപൊളിയായിട്ടും. പിന്നെ അവൾ എനിക്ക് കയ്യിൽ മോം ടു ബി എന്നൊക്കെ എഴുതി തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് നടുക്ക് സ്പേസ് ഇട്ടണം, എനിക്ക് മോം ടു ബി എന്നൊക്കെ എഴുതി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഏകദേശം ഒരു 12 മണി എടുത്തായിട്ടോ സമയം. നമ്മൾ വിചാരിച്ച പോലെ വാഴയില തികഞ്ഞില്ല. പിന്നെ ആ സമയത്ത് ബാക്കി അവർ പോയി വെട്ടിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ 2 കയ്യിലും മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ ക്ഷീണിച്ച് താഴത്ത് കിടപ്പായി. ഇതാണ് കേട്ടോ ഉണ്ണി, ഇത് ഹരിയേട്ടൻ്റെ കസിനാണ്. നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടോ. തലേദിവസം ഞങ്ങൾ സൂചി കൊണ്ട് കോർത്തിട്ട് മാല സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ സൈനമ്മയ്ക്ക് റാണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരാണ് കേട്ടോ മാലയൊക്കെ കെട്ടി റെഡിയാക്കി തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ പിറ്റേ ദിവസത്തെ ഫൈനൽ ലുക്ക്. ഇതെൻ്റെ വെഡ്ഡിങ് സാരി ആയിരുന്നു. അപ്പോൾ വെഡ്ഡിങ് സാരിയൊക്കെ ഉടുപ്പിച്ച് നമ്മുടെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ഇതാണ് കേട്ടോ മാളുവൊക്കെയാണ് എനിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ഒക്കെ പ്രൊഫഷണലായിട്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. മേക്കപ്പ് ബൈ മോനിഷ ഗാന്ധി എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഞാൻ സിമ്പിളായിട്ടായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ഒന്നും അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് പിറ്റേ ദിവസത്തെ നമ്മുടെ ഡെക്കറേഷൻ്റെ റിസൾട്ട്. അങ്ങനെ മധുരപലഹാരങ്ങളൊക്കെ വെച്ചു, 7 തരം മധുരങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ വന്നു. നമ്മൾ പതിയെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടുകാരുടെയൊക്കെ ഒരു ആചാരമാണ്. നമ്മൾ ഒരു ഭംഗിയൊക്കെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഹരിയേട്ടനാണ് എനിക്ക് മധുരം തന്നത്. മഞ്ഞളൊക്കെ തേച്ച് സിന്ദൂരമൊക്കെ തൊട്ട് തന്നു. പിന്നെ എനിക്ക് വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹരിയേട്ടൻ. അങ്ങനെ വളയൊക്കെ ഇട്ട് തന്നു. ഫസ്റ്റ് നമുക്ക് ഹസ്ബൻഡാണ് കേട്ടോ ഇതിന് തരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹരിയേട്ടൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ അമ്മ, പിന്നെ ഏട്ടൻ, ഏട്ടത്തി, പിന്നെ കുഞ്ഞമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കസിൻസ്, അവരെല്ലാവരും ഒരേ ആൾക്കാർ വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് മധുരമൊക്കെ തന്നു, വളയൊക്കെ ഇട്ട് തന്നു. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ഈ ഒരു മൊമെൻ്റൊക്കെ നമ്മൾ എപ്പോഴും ലൈഫ് ലോങ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന മെമ്മറീസിൽ ഒന്നാണ്. പിന്നെ പുതിയൊരു സന്തോഷം, പുതിയൊരാൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ പിന്നെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലി മെമ്പേഴ്സായിട്ടൊക്കെ എന്നിട്ട് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇറങ്ങാനുള്ള സമയമായി. 1 മണിക്കായിരുന്നു എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണയൊക്കെ കൊടുത്തു, പ്രാർത്ഥിച്ച് അങ്ങനെ വീട്ടിൽ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങണം എന്നാട്ടോ അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി. നമ്മൾ നിറകുടം കണ്ടു വേണം ഇറങ്ങാൻ എന്നാട്ടോ അവർ പറയണത്. വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വെള്ളത്തിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. അങ്ങനെ 3 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമായിരുന്നു, 3 മണിക്ക്. അപ്പോൾ വീട്ടിൽ വന്നു. അങ്ങനെ നമുക്ക് കർപ്പൂര ആരതിയൊക്കെ ഒഴിഞ്ഞു. ഞാൻ അതിനകത്തേക്ക് കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.